ഹായ്, കഥ പറയാൻ വന്നതല്ല, നിങ്ങളോട് പോയി ഉറങ്ങാൻ പറയാൻ വന്നതാണ്. പ്രോപ്പറായി നിങ്ങൾ ഉറങ്ങിയിട്ട് കുറേ ദിവസമായെന്ന് എനിക്കറിയാം. സെപ്റ്റംബർ 12-ാം തീയതിയിലേക്ക് അടുക്കുകയാണല്ലോ എന്നാലോചിച്ച് നിങ്ങൾ ഉറങ്ങാതിരുന്ന രാത്രികളാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. നാളെയാണ് സെപ്റ്റംബർ 12. ടെൻസ്ഡ് ആവരുതെന്ന് എത്ര പറഞ്ഞാലും നിങ്ങളിൽ പലരും ടെൻഷനിലായിരിക്കുമെന്ന് എനിക്കറിയാം. ടോട്ടലി ബ്ലാങ്കായി പോയിരിക്കുന്നു, പഠിച്ചതെല്ലാം മറന്നുപോയിരിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ നിങ്ങൾക്ക് പറയാനുണ്ടാവുമെന്നും എനിക്കറിയാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ തൊട്ടു പിന്നിലാണുള്ളത്. ഈ ദിവസം എല്ലാവരും അനുഭവിക്കുന്ന മാനസികാവസ്ഥയാണിത്. ഇതെല്ലാം മാറുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഇതുവരെ നിങ്ങൾ എഴുതിയ പരീക്ഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായ പരീക്ഷയായിരിക്കും, ഉറപ്പാണ്. നിങ്ങളോളം പരീക്ഷ എഴുതിയ ആരും നാളത്തെ പരീക്ഷ എഴുതാനില്ല എന്നതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അത്രമേൽ പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നു. നിങ്ങൾ കാണാത്ത ഒരു ചോദ്യവും നാളത്തെ പരീക്ഷയ്ക്ക് വരാനില്ല. നിങ്ങൾ പഠിക്കാത്ത ഒരു കോൺസെപ്റ്റും നാളത്തെ പരീക്ഷയ്ക്ക് വരാനില്ല. നിങ്ങൾ കണ്ട ചോദ്യങ്ങൾ, നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകൾ, പലവട്ടം നിങ്ങൾ കടന്നുപോയ MCQs, ഇതൊക്കെയാണ് നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത്? ഇനി നിങ്ങൾക്കാകെ മറികടക്കാനുള്ളത് നാളത്തെ പരീക്ഷ എളുപ്പമായിരിക്കുമോ, നാളെ എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് തികട്ടി വരുന്നില്ലേ? അതിനെ മാത്രമാണ് ഇനി നിങ്ങൾക്ക് മറികടക്കാനുള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നാളത്തെ പരീക്ഷ എളുപ്പമായിരിക്കും. ഇതുവരെ നിങ്ങൾ എഴുതിയ മോക്ക് എക്സാമുകളിൽ, ഇതുവരെ നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമുകളിൽ, ഇതുവരെ നിങ്ങൾ എഴുതിപ്പോയ വീക്ക്ലി എക്സാമുകളിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തോ അതിനപ്പുറത്തുള്ള ഒരു മാർക്കാണ് നാളെ ഡെഫിനറ്റായും നിങ്ങൾ സ്കോർ ചെയ്യുക. ഇതുവരെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, ഇതുവരെ നിങ്ങളുടെ മാക്സിമം നിങ്ങളെ കൊണ്ട് പുറത്തെടുപ്പിക്കാൻ വേണ്ടി അല്പം പ്രയാസമുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നിരുന്നു. ആ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മാർക്കിനെ അല്പമെങ്കിലും കുറച്ച് കളഞ്ഞത്. ഇത്തരം ഒരു പരീക്ഷണങ്ങളും നീറ്റ് എക്സാമിനേഷൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയില്ല. ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നാളെ ആ പരീക്ഷ അവതരിപ്പിക്കും. ഇന്നോളം കടന്നു വന്ന നീറ്റ് എക്സാമിനേഷൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, സിമ്പിളായ പരീക്ഷയാണ് നിങ്ങൾ നാളെ എഴുതാൻ പോകുന്നത്. സോ നിങ്ങളുടെ മാക്സിമം, നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കൂളായി കിടന്നുറങ്ങുക, നന്നായി ഉറങ്ങുക, നാളെ ഭംഗിയിൽ എഴുന്നേൽക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക. ഉച്ചക്കുള്ള ഭക്ഷണവും കഴിച്ച് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ. നേരത്തെ പരീക്ഷാ ഹാളിലെത്തുക, എക്സാമിനറുടെ ഇൻസ്ട്രക്ഷനുകളെയെല്ലാം ഭംഗിയിൽ ഫോളോ ചെയ്യുക. ഒരുപാടേറെ കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവും. ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെയുള്ള ഇനിയും അവസാനിക്കാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, എനിക്കറിയാം. അതൊന്നും ഇനി ആലോചിക്കേണ്ട. ഡ്രസ്സൊക്കെ ധരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സെറ്റ് ഡ്രസ്സ് കൂടെ പാരൻറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് തന്നുവിടാനുള്ള ഒരു സെറ്റ് ഡ്രസ്സുമായി പാരൻറ്റ് പുറത്ത് നിൽപ്പുണ്ടാവും. സോ റിലാക്സ്ഡായി എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കുക. ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പമായി എക്സാമിനേഷൻ ഹാളിലേക്ക് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാം മനസ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനെ ഭാരമായല്ല നിങ്ങൾ എടുക്കേണ്ടത്. അതിനെ പ്രതീക്ഷയുടെ ഒരു ഭാരം ചുമന്നു പോകുന്ന ഒരാളായി നിങ്ങളെ പറഞ്ഞയക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്നത് നിങ്ങൾക്ക് കരുത്താവണം. സോ അങ്ങേയറ്റം കരുത്തരായി പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ ചെല്ലുക. നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് പുറത്തെടുക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരുപാടേറെ വർഷങ്ങളായി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളെ ഞങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ട്. അവരിൽ പലർക്കും അവരുടെ മാക്സിമം എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം അവരുടെ മാനസികാവസ്ഥ മോശമായിരുന്നു എന്നത് മാത്രമാണ്. വളരെ കൂളായി പോസിറ്റീവ് മൈൻഡോടുകൂടെ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചവരാണ് എപ്പോഴും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ബോധ്യമായിരിക്കണം നിങ്ങളെ നയിക്കേണ്ടത്. ആ ബോധ്യമാണ് നിങ്ങളെ വിജയിപ്പിക്കുക. സോ നാളത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. അതുകൊണ്ട് നന്നായി കിടന്നുറങ്ങുക, ഉറങ്ങാതിരിക്കരുത്. ഇനിയൊന്നും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനില്ല. ഇന്നത്തെ രാത്രി ഇനിയും വല്ലതും റിവൈസ് ചെയ്യാനുണ്ടോ എന്നൊക്കെ പരതി നടക്കുന്ന
മാനസികാവസ്ഥയിലായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. ഇനിയൊന്നും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനില്ല, ഇനിയൊരു ഇക്വേഷനും നിങ്ങൾ വായിക്കാനില്ല, ഇനിയൊരു പ്രോബ്ലംസും നിങ്ങൾ ചെയ്യാനില്ല, ഇനി ഒരു MCQസും നിങ്ങൾ ഇനി കാണാനില്ല. എല്ലാം കണ്ടു കഴിഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് പൂർണ്ണരായി സജ്ജരായിയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അല്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വേണ്ടതില്ല. നിങ്ങളിൽ ഞങ്ങൾ അങ്ങേയറ്റം കോൺഫിഡൻ്റ് ആണ്. ഇന്ന് രാവിലെ മുതൽ സൈലം ലേണിംഗ് ആപ്പിലെ ടീച്ചേഴ്സ് നിങ്ങളെ ഓരോരുത്തരെയും മാറി മാറി വിളിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. ഈ ഓഫീസിൽ നിന്ന് ഞാനത് കാണുന്നുണ്ടായിരുന്നു. അവരിൽ പലരും നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, അവരിൽ പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുക, പെർഫെക്റ്റ് ആയിരിക്കുക. നാളത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. ആൾ ദി ബെസ്റ്റ്.